ജനുവരി 21 വിശുദ്ധ ആഗ്നസ് കന്യക രക്തസാക്ഷി. വിശുദ്ധ ആഗ്നസിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. നിങ്ങളുടെ വാളും എൻ്റെ രക്തം കൊണ്ട് മലിനമാക്കിക്കൊള്ളുക, എന്നാൽ ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് മലിനമാക്കാൻ കഴിയുകയില്ല. 292 വർഷം റോമിൽ ജനനം, 304 വർഷത്തിൽ മരണം. കുഞ്ഞാട് എന്ന് വാച്യാർത്ഥമുള്ള ആഗ്നസ് റോമിൽ ജനിച്ചു. ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് പുണ്യവതിയെ ചിത്രീകരിക്കാറുള്ളത്. പുണ്യവതിയുടെ തിരുനാൾ ദിവസം ആശീർവദിക്കുന്ന 2 കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാലിയും നെയ്തെടുക്കുന്നത്. റോമയിൽ ജനിച്ച ഈ സുന്ദരിയെ വിവാഹം ചെയ്ത് സ്വന്തമാക്കുന്നതിന് റോമൻ യുവാക്കൾ അത്യധികം ആഗ്രഹിച്ചു. ഒരു സ്വർഗീയ മണവാളന് തൻ്റെ കന്യാത്വം നേർന്നിരിക്കുന്നുവെന്നായിരുന്നു അവളുടെ മറുപടി. മധുരവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല. ഭഗ്നാശരായ കാമുകന്മാർ അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ചു. റോമിലെ ന്യായാധിപൻ അവളോട് ജുപ്പിറ്ററിനെ ആരാധിക്കുവാൻ ആജ്ഞാപിച്ചു. അവൾ അതിന് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ മർദ്ദകർ പീഡനോപകരണങ്ങളെല്ലാം അവളെ കാണിച്ചു കൊടുത്തു. ബിംബത്തിൻ്റെ അടുക്കലേക്ക് അവളെ വലിച്ചിഴച്ചുകൊണ്ട് ചെന്ന് ധൂപം കൈകൊണ്ടടിപ്പിക്കുവാൻ ആരാച്ചാരന്മാർ നിർബന്ധിച്ചു നോക്കി. എന്നിട്ടും ബിംബത്തെ ആരാധിക്കയില്ലെന്ന് കണ്ടപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു അവളെ വേശ്യാഗൃഹത്തിൽ നിയോഗിക്കുമെന്ന്. യേശു തൻ്റെ സ്വന്തമായവരെ സംരക്ഷിച്ചുകൊള്ളും എന്നായിരുന്നു അവളുടെ മറുപടി. ഇത് കേട്ട് ക്രുദ്ധനായ ന്യായാധിപൻ ആഗ്നസിൻ്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കുവാൻ ആജ്ഞാപിച്ചു. ഇത് എത്രയും വേദനാജനകമായിരുന്നുവെങ്കിലും യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവൾ നിർഭയം നിന്നു. ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു. ഒരു യുവാവ് ഒഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് പലായനം ചെയ്തു. അശുദ്ധ താല്പര്യത്തോടെ ആഗ്നസിനെ നോക്കിയ ആ യുവാവ് ഒരു മിന്നലിൻ്റെ പ്രകാശത്തോടെ അന്ധനായി. അർത്ഥപ്രാണനായ യുവാവിനെ അവൻ്റെ കൂട്ടുകാർ സംവഹിച്ചു കൊണ്ടുപോയി. തന്നെ വിവാഹം കഴിച്ചാൽ അവളെ സ്വതന്ത്രയാക്കാമെന്ന് ന്യായാധിപൻ അവളെ ഗ്രഹിപ്പിച്ചു. അവൾ പ്രതിവചിച്ചു, യേശുവാണ് എൻ്റെ മണവാളൻ, അവിടുന്ന് ആദ്യം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവിടുത്തേത് മാത്രമായിരിക്കും. അവസാനം മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടു. ആ കുഞ്ഞു കൈകളിൽ വെച്ച കയ്യാമം ഊർന്നുപോയെങ്കിലും ആഗ്നസ് ആരാചാരന്മാരെ സസന്തോഷം അനുഗമിച്ചു. ഒരു നിമിഷം നേരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അനന്തരം വാളിന് തൻ്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു. ആദ്യ വെട്ടിന് തന്നെ ആ കുഞ്ഞാടിൻ്റെ ശിരസ് നിലത്ത് വീണു. എല്ലാ രാജ്യക്കാരുടെയും നാവുകളും തൂലികകളും ഈ കന്യകയുടെ സ്തുതികൾ പാടിയിട്ടുണ്ട്. കന്യാത്വത്തിൻ്റെ മഹത്വത്തെ ഇവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തി എന്ന് വിശുദ്ധ ജെറോം പറയുന്നു. വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗം ശ്രവിച്ചാലും ഇതൊരു കന്യകയുടെ പിറന്നാളാണ്. അവളുടെ കന്യാത്വം നമുക്ക് അനുകരിക്കാം. ഒരു രക്തസാക്ഷിയുടെ പിറന്നാളാണ്. നമുക്ക് ത്യാഗങ്ങൾ കാഴ്ചവെക്കാം. ഇത് വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാളാണ്. എല്ലാ മനുഷ്യരും വിസ്മയിക്കട്ടെ. കുട്ടികൾ പ്രത്യാശിക്കുകയും വിവാഹിതരായ സ്ത്രീകൾ ആശ്ചര്യപ്പെടുകയും അവിവാഹിതർ അവളെ അനുകരിക്കുകയും ചെയ്യട്ടെ.